ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ആരുഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്ത് സിറ്റുവേഷനുള്ളവർക്കും ഈ ഒരു റീഡിംഗ് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ റീകൺസിലേഷൻ നടക്കുമോ, അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് തുടങ്ങി കാർഡ്സിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ഡിസൈഡ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. and ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഹലോ ഫസ്റ്റ് പൈൽ, അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. കറൻറ്റ് ഫീലിങ്സ്, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ, ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് റോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു പാഷൻ ഫീൽ ചെയ്യുന്നു. മേ ബി എന്തെങ്കിലും സെപ്പറേഷനോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ മിണ്ടണം, സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ നടക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു. ഈ ഒരു കണക്ഷനിൽ ഒരു പുതിയ തുടക്കം വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഡബിൾ കാർഡ് ആൻഡ് 5 ഓഫ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇതിലൊരു സെപ്പറേഷൻ, നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലോ തേർഡ് പാർട്ടി സിറ്റുവേഷനോ ആയിരുന്നു. സോ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് തന്നെ അറിയില്ല, ഇതിൽ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ അറിയില്ല. പക്ഷെ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് പല പ്രാവശ്യം പറഞ്ഞു നിർത്തിയ ഒരു കണക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് മുന്നോട്ടേക്കെന്ന് അറിയാൻ പറ്റാതെ ഒരു സെപ്പറേഷൻ നിൽക്കുന്നവരെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ക്യാഷ് വേ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം തന്നെയാണ്. മേ ബി ജോലിയിലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു പൊസിഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം. അതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിലൊരു ക്യാഷ് ഫ്ലോ നിങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. സോ ഒരു ക്യാഷ് വേ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് മെൻ്റലി ഡൗൺ ആക്കുന്നൊരവസ്ഥയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു പേഴ്സണ് ഇത്രയും നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ 2 പേരും പറഞ്ഞ് വഴക്കിട്ട് സെപ്പറേഷനിലായതായിരിക്കാം. പക്ഷേ വീണ്ടും സംസാരിക്കണം, മിണ്ടണം, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഭയങ്കര ആ ഒരു സ്പാർക്ക് വീണ്ടും ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. വീണ്ടും ഒരു കണക്ഷനിലേക്ക് വരണമെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഒരു റീകൺസിലേഷൻ ഒന്നും കൂടി ഒന്ന് സംസാരിക്കണം എന്നൊരു തോന്നൽ ആ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ബാക്കി കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പൈൽ നമുക്ക് നോക്കാം. 2 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും യൂണിവേഴ്സ് നമുക്ക് തരുന്ന മെസ്സേജ് ആ ഒരു പേഴ്സണെ പറ്റിയിട്ട്, ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ടൊരു റീകൺസിലേഷൻ നടക്കണം, ഒന്നും കൂടി സംസാരിക്കണം എന്നൊരു തോന്നൽ ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ഒരു റീകൺസിലേഷൻ നടക്കണമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഒരു കോൾ മെസ്സേജൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു പേഴ്സൺ ഇപ്പോൾ വിളിക്കാം അല്ലെങ്കിൽ സംസാരിക്കാം, ഒരു മെസ്സേജ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെയും പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നു. അതാണ് ഇവിടെ ഒരു സ്റ്റക്നെസ് വരുത്തുന്നത്. ഓക്കെ, ചിലർക്ക് മേ ബി ഓൾറെഡി കോൾ മെസ്സേജൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ടൊരു സ്റ്റക്നെസ് വരുന്നു. അതും പാസ്റ്റ് ലൈഫ് ട്രോമ കാരണം നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങൾ ആലോചിച്ച് ആ വ്യക്തി ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നു. ഇഷ്ടമുണ്ട്, ആക്ഷൻ എടുക്കണം എന്നുണ്ട്, പക്ഷേ ഒരു സ്റ്റക്നെസ് വരുന്നു. നെക്സ്റ്റ് ഒരു ആക്ഷനിലേക്ക് വരുന്നില്ല. ഓക്കെ, മേ ബി കുറച്ച് പേർക്ക് റീകൺസിലേഷൻ, റീയൂണിയൻ ഓൾറെഡി നടന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു പേഴ്സൺ തിരിച്ചു വന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ എന്ന രീതിയിലൊക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസും ഉണ്ട്. ഇനി ഈ വ്യക്തി പോവുമെന്നായിരിക്കാം. എന്നാൽ ബാക്കി ചിലരുടെ കേസിൽ ആ ഒരു വ്യക്തി ഒരു ആക്ഷനിലേക്ക് വരാനായിട്ട് ഇങ്ങനെ ഒരു സ്റ്റക്നെസ് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, പാസ്റ്റ് ലൈഫ് ട്രോമ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
സോ നമ്മൾക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു ഫൈനൽ. ഇനി ആ ഒരു പേഴ്സൺ വന്നാൽ തിരിച്ച് വീണ്ടും പോവോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കാം. സ്റ്റേബിൾ ആയിരിക്കുമോ, ഇനിയും ഒരു പെയിൻ അല്ലെങ്കിൽ ഇനി ഒരു ട്രോമ ഈ ഒരു കണക്ഷനിൽ നിന്നും കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ, നിങ്ങൾക്ക് 2 പേർക്കും സെയിം രീതിയിൽ തന്നെയാണ്, അത്രയും ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്, അതേപോലെ ഭയങ്കര ഒരു പാസ്റ്റ് ലൈഫ് ട്രോമയുണ്ട്. ഒരു പേടി അല്ലെങ്കിൽ വീണ്ടും ഒരു സെപ്പറേഷനിൽ പോകുമോ എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ. ഓക്കെ, ഒരു 50-50 ചാഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരേപോലെ. അതായത് വേണമെന്നുമുണ്ട് എന്നാൽ വേണ്ടാന്നുമുണ്ട്. അത് പാസ്റ്റ് ലൈഫ് ട്രോമ കാരണം. നമുക്ക് നോക്കാം. ഇവിടെ ആ വ്യക്തിക്കായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കായിക്കോട്ടെ 7 ഓഫ് കപ്സ് ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ നിങ്ങളിൽ സ്റ്റക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ സ്റ്റക്കാണ് എന്നതാണ് കാണിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും വേറെ ഒന്നും നിങ്ങൾക്ക് 2 പേർക്കും വേണ്ട, എന്നാൽ മിണ്ടാനും വയ്യ എന്നൊരു സിറ്റുവേഷനാണ്. വീണ്ടും കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഭയങ്കര ഒരു ഈഗോ ഉള്ളൊരു പേഴ്സൺ കൂടിയാണ്. സോ നിങ്ങളാദ്യം പോയി മിണ്ടണം എന്നൊരു തോന്നൽ ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്. 4 ഓഫ് റോഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഈ ഒരു കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി വരണം. നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു കണക്ഷനിൽ ഇനിയും വീണ്ടും ഒരു മെൻ്റലി ഡൗൺ ആക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. സ്റ്റേബിൾ ആകണം എന്ന് ചിന്തിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ചിലരുടെ കേസിലൊരു മാരേജ് എൻഗേജ്മെൻ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന മാറ്റം ആ ഒരു പേഴ്സൺ ദൂരെ നിന്നും നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഭയങ്കര ഒരു മാറ്റം വന്നതായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും അങ്ങോട്ട് ബെഗ് ചെയ്ത് ചെന്നുകൊണ്ടിരുന്നവർ ഇപ്പോൾ പോകാത്തൊരു സിറ്റുവേഷനും കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് എന്ന ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. ഓക്കെ, 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ദ ചാരിയറ്റ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ വീണ്ടും കൺഫ്യൂഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഭയങ്കര ഒരു എങ്ങോട്ട് തിരിയണം എന്ന് ഇപ്പോഴും ആ ഒരു പേഴ്സണ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഒരു പേഴ്സൺ ഇനിയും റീകൺസിലേഷൻ സംഭവിക്കാനായിട്ടൊരു 3 months 4 months വരെയൊക്കെ സമയം കാണിക്കുന്നുണ്ട്. ഒരുപാട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടും ഒരു റിസൾട്ടും ഇല്ല. ഈ ഒരു 4 months ഒക്കെ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി ഒരു പേഴ്സൺ വേണമോ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവാതിരിക്കുക. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക. ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സ്പേസ് അനുവദിച്ചു കൊടുക്കുക. ആ ഒരു സ്പേസിലായിരിക്കാം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ ഒരു തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാവട്ടെ. ഇപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, റീകൺസിലേഷൻ സംഭവിക്കണമെന്നും ഭയങ്കര ആഗ്രഹമുള്ളതായിട്ട് കാർഡ്സിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കണം, എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യണം എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചെയ്ത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു റിഗ്രറ്റ് ഫീൽ ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്, ഒരു തിരിച്ചറിവ്. സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ നമുക്ക് നോക്കാം. സെക്കൻഡ് പൈൽ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ നമ്മൾക്കിവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി അനുഭവപ്പെടുന്നില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾക്ക് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് 9 ഓഫ് റോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓൾറെഡി ലൈഫിൽ ഇഷ്യൂസൊക്കെ ഒരുപാടുള്ളൊരു വ്യക്തിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പും ഇപ്പോൾ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റിലാണ്.
കൂടുതൽ പേരും എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റുന്നില്ല, ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കാണ്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഒരു വിഷമത്തിലാണ്, അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് ഭയങ്കര ഒരു സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആൻസൈറ്റി, സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്ക് ഒന്നിലും ഒരു സ്റ്റെബിലിറ്റിയും കിട്ടിയും ക്യാഷ് വേസ് പ്രശ്നങ്ങൾ ആൾക്കുണ്ടായിരിക്കാം. ജോബിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടൊരവസ്ഥയോ, ഒരു വെയിറ്റിംഗ് എനർജി, ഒരു സ്റ്റക്നെസ് ലൈഫിൽ അനുഭവപ്പെടുന്നു, നെഗറ്റീവ് എനർജി. ഓക്കെ, സോ അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ആൾക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് ആളുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി ഇല്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഓക്കെ, സ്റ്റേബിളാകാൻ കഴിയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ശരിയാകട്ടെ എന്നൊരു തോന്നൽ ആ വ്യക്തിക്കുണ്ട്. നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെ റിലേഷൻഷിപ്പോ കാര്യങ്ങളിലോട്ടോ ഒന്നും പോകാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെന്നൊരു പേഴ്സണിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെപ്പറേഷനിലാണെങ്കിൽ പോലും ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതും ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, നിങ്ങളുടെ അടുത്തില്ല, കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഒരു കണക്ഷൻ തന്നെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കോണ്ടാക്റ്റിലും ഉണ്ടാകാൻ വഴിയില്ല, ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ കുറച്ച് നാളായി മിണ്ടിയിട്ട്. എന്നാൽ റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണമെന്ന് നിങ്ങൾ രണ്ടുപേരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ടെലിപ്പതി വർക്കാവുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. നമുക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ. പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. മെയിൻലി ഒരു ക്ലാരിറ്റി ഇല്ല എന്നത് ഇവിടുത്തെ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. 8 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബോട്ടം ദ ഹൈ പ്രീസ്റ്റേഴ്സ് ആണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെ വിട്ട് പോയിട്ടുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നിട്ടും അത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്നിട്ടും സിറ്റുവേഷൻ കാരണം മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് 8 ഓഫ് കപ്സ് കാർഡിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു ക്ലാരിറ്റിയും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. ഈ വ്യക്തി എന്തിന് ജീവിതത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു ഉദ്ദേശം, ശരിക്കും ചീറ്റ് ചെയ്യാമായിരുന്നോ, അതേപോലെ തന്നെ ഇനി ഇതിലൊരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ, എന്താണ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്. ഓക്കെ, വേറൊരു ഓപ്ഷൻസിലേക്കൊന്നും പോകാതെ രണ്ട് സ്ഥലങ്ങളിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റാതെ ഭയങ്കര ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരേപോലെ നിങ്ങളെപ്പോലെ തന്നെ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ സ്ട്രോങ്ലി നടക്കണമെന്ന് ആലോചിക്കുന്നു, ആഗ്രഹിക്കുന്നു, അറിഞ്ഞോ അറിയാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഈ ഒരു സെക്കൻഡ് പൈൽ കറൻറ്റ് ഫീലിങ്സിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ സ്ട്രോങ്ലി പറയാൻ പറ്റുന്നത് ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് ഒക്കെയാണ് റെസിനേറ്റ് ആവാൻ ചാൻസ്. ഓക്കെ, സോ കൂടുതൽ പേരും ഒരു സെപ്പറേഷനിലായതുകൊണ്ടാണ് ടാരറ്റ് ജനറൽ റീഡിങ്ങിൽ ഇങ്ങനെ ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ വരുന്നത്. 5 ഓഫ് കപ്സും 8 ഓഫ് കപ്സും വീണ്ടും അത് തന്നെയാണ്. ഒരു സെപ്പറേഷൻ നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയോ ഭയങ്കരമായിട്ട് മെൻ്റലി ബാധിച്ചിട്ടുണ്ട്, ഡൗൺ ആക്കുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല. സോ നമ്മൾക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ആ ഒരു സെപ്പറേഷനിൽ നിന്ന് മൂവ് ഓൺ ആവാനായിട്ട് സാധിക്കുന്നില്ല. ഇനി ഇതൊരു റീകൺസിലേഷൻ, റീയൂണിയനിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിട്ട് നിൽക്കുന്നു. ഓക്കെ, സോ കിങ് ഓഫ് റോഡ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് 6 ഓഫ് കപ്സ് ആൻഡ് ദ വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു, അല്ലെങ്കിൽ കുറേ നാളായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, സെപ്പറേഷനാണ്, മെസ്സേജ് ഇല്ല, നേരിട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇതൊരു പ്രതീക്ഷയാണ്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, കുറച്ചൊരു സ്പേസ് അനുവദിച്ചു കൊടുക്കുക. ഫസ്റ്റ് പൈലിലും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾക്ക് ഫസ്റ്റ് പൈലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും ഒരു സെപ്പറേഷൻ പക്ഷേ അവിടെ കാണാൻ സാധിച്ചിരുന്നില്ല. ഇതിൽ സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് ഒരു 90% ആൾക്കാരും സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ 5 ഓഫ് കപ്സും 8 ഓഫ് കപ്സും ഒരുമിച്ച് ഇങ്ങനെ കിട്ടില്ല. ഓക്കെ, സോ 6 ഓഫ് കപ്സ് ആണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ, വീണ്ടും നിങ്ങളൊരു കണക്ഷനിലേക്ക് വരും. ആൻഡ് ദി വേൾഡ് കാർഡാണ്. ഒരു ട്രാവലൊക്കെ കാണിക്കുന്നുണ്ട്. ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി
ഒരുമിച്ച് കണ്ടുമുട്ടുന്നതോ ആയ ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു പേഴ്സൺ ഒരു ജോലിയിലേക്കോ പുതിയൊരു സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയൊരു ജോലിയൊക്കെ നോക്കുന്നവർക്ക് ഇവിടെ വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിക്ക് ഫസ്റ്റ് ഇല്ലായിരുന്ന ആ ഒരു സ്റ്റെബിലിറ്റി ആൾ നേടിയെടുക്കാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അത് തിരിച്ചു കൊണ്ടുവരാൻ, ലൈഫ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾക്ക് ബാക്കി എന്താണ് എന്ന് നോക്കാം. Universe, angels, divine, second pile, 8 of Swords, Strength card and bottom of the deck the Star card ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കധികം ലേറ്റ് ആവാതെ തന്നെ ഒരു കോണ്ടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ വൈറ്റ് മാജിക് സ്പെൽ നേരത്തെ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അത് വർക്കൗട്ട് ആകും. സോ തീർച്ചയായിട്ടും നിങ്ങളത് യൂണിവേഴ്സിൽ ഒരു ട്രസ്റ്റ് ഉള്ളവർ മാത്രം തീർച്ചയായിട്ടും ഒരു വൈറ്റ് മാജിക് സ്പെൽ വീഡിയോ കണ്ടു നോക്കാവുന്നത്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, ഫുൾ മൂൺ ഡേയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു റീയൂണിയൻ, റീകൺസിലേഷൻ നടക്കാനുള്ളൊരു ചാൻസ് ഈ ഒരു സെക്കൻഡ് പൈലിൽ കൂടുതലാണ്. അത്രത്തോളം ഇഷ്ടം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. എത്രയൊക്കെ സെപ്പറേഷനിൽ പോയാലും ആ വ്യക്തി തിരിച്ചു വരും എന്ന് നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, വീണ്ടും വീണ്ടും റീകണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. സോ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുത്ത് വരാനുള്ളൊരു സ്ട്രെങ്താണ് നമ്മൾക്ക് ഈ ഒരു കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത്. അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം. ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നേരിട്ട് കാണാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരാൻ പോകുന്നു. സോ തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവാതിരിക്കുക. പാസ്റ്റ് ലൈഫ് ട്രോമ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു കുറ്റബോധം ആ വ്യക്തിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വൈറ്റ് മാജിക് സ്പെൽ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഈ ഒരു സെക്കൻഡ് പൈലിലുള്ളവർ ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കാണുക. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.